ഹായ് ഗൈസ്, ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ കശുവണ്ടി പരിപ്പിന്റെ മസാലയാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ കശുവണ്ടി പരിപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി. ഞാനപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചിട്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. കുറച്ചും കൂടി ഇട്ടുണ്ടാക്കിയാൽ മതിയെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു പോയായിരുന്നു. അങ്ങനെ കുറച്ച് കശുവണ്ടി ഇടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാനിൽ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. നെയ്യ് ഒഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. എന്നിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതേ രീതിയിൽ ഈ പരുവത്തിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ കശുവണ്ടി പരിപ്പ് ഇഷ്ടമല്ലാത്ത എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ അത് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് ഇതേപോലെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ കശുവണ്ടി ഇഷ്ടമല്ലാത്ത എല്ലാവരും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിരിക്കണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.